നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കരുവന്നൂർ പാലം ആത്മഹത്യ മുൻപാക്കാൻ അനുവദിക്കില്ല. കരുവന്നൂർ പാലത്തിൽ വയർ ഫെൻസിംഗ് 2 ആഴ്ചയ്ക്കകം സ്ഥാപിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കുടിവെള്ളം എന്ന പേരിൽ ജല അതോറിറ്റിയുടെ പൈപ്പുകളിൽ കൂടി ലഭിക്കുന്നത് ചരൽ വെള്ളം. ദുരിതത്തിലാഴ്ന്ന നാട്ടുകാർ. ബൈക്കിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബസ് ഡ്രൈവർ മരണപ്പെട്ടു. VT ഹൈദ്രോസ് മെമ്മോറിയൽ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. കരുവന്നൂർ പാലം ആത്മഹത്യ മുൻപാക്കാൻ അനുവദിക്കില്ല. കരുവന്നൂർ പാലത്തിൽ വയർ ഫെൻസിംഗ് 2 ആഴ്ചയ്ക്കകം സ്ഥാപിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. കരുവന്നൂർ പാലത്തിന്റെ അരികുവശങ്ങളിൽ വയർ ഫെൻസിംഗ് പ്രവൃത്തികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രിയും ഇരിഞ്ഞാലക്കുട MLAയുമായ ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയുള്ള ആത്മഹത്യകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങൾ KSTP ഉദ്യോഗസ്ഥർക്ക് നൽകിയെന്ന് മന്ത്രി അറിയിച്ചു. കരുവന്നൂർ പാലത്തിന് ആത്മഹത്യ മുൻപാക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. പാലത്തിന്റെ അരികുവശങ്ങളിൽ വയർ ഫെൻസിംഗ് സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളാണ് എത്രയും വേഗം പൂർത്തിയാക്കാൻ എടുത്തിട്ടുള്ളത്. ആത്മഹത്യകൾ കൂടി വരുന്നതിനാൽ പ്രദേശവാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ ഗൗരവത്തോടെ കാണുകയാണ്. അവ പ്രത്യേകം പരിഗണിച്ചാണ് അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. കുടിവെള്ളം എന്ന പേരിൽ ജല അതോറിറ്റിയുടെ പൈപ്പുകളിൽ കൂടി ലഭിക്കുന്നത് ചരൽ വെള്ളം. ദുരിതത്തിലാഴ്ന്ന നാട്ടുകാർ. ഏങ്ങണ്ടിയൂർ പഞ്ചായത്തിലെ പുളിഞ്ചോട് മേഖലയിൽ വാട്ടർ അതോറിറ്റിയുടെ ഗാർഹിക കണക്ഷൻ വഴിയുള്ള പൈപ്പുകളിലൂടെയാണ് ചരൽ കലങ്ങിയ വെള്ളം ലഭിക്കുന്നത്. ആഴ്ചകളിലായി ഇത്തരത്തിലുള്ള വെള്ളമാണ് വിതരണം ചെയ്യുന്നത്. വിവിധ നിറങ്ങളിലുള്ള ബക്കറ്റുകളിൽ വെള്ളം ശേഖരിക്കുമ്പോൾ വെള്ളത്തിന്റെ നിറവ്യത്യാസം ആരും ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ പലരും ഈ വെള്ളം തന്നെയാണ് കുടിക്കാനും പാചകം ചെയ്യാനുമായി ഉപയോഗിക്കുന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും കോളറ സ്ഥിരീകരിച്ചിരിക്കെ ഇത്തരത്തിലുള്ള മലിനജലം വിതരണം ചെയ്യുന്നത് കടുത്ത ആരോഗ്യ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത്. ദേശീയപാത വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കെ പലയിടത്തും പൈപ്പ് പൊട്ടുകയും ചരൽ വെള്ളം പൈപ്പുകളിൽ കയറുകയും ചെയ്യുന്നുണ്ട്. ഈ വെള്ളമാണ് ഗാർഹിക കണക്ഷനുകളിലൂടെ ലഭിക്കുന്നത്. എന്നാൽ പൊട്ടിയ പൈപ്പുകൾ അറ്റകുറ്റപ്പണി നടത്താതെ ദേശീയ അധികൃതരും ജല അതോറിറ്റി അധികൃതരും പരസ്പരം പഴിചാരുകയാണ് പതിവ്. ഗാർഹിക കണക്ഷനുകൾ വഴി ചരൽ വെള്ളം ലഭിക്കുന്നത് തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഞങ്ങളിത് ഹൗസ് കണക്ഷനിൽ നിർത്ത വെള്ളമാണ്. അപ്പോൾ ഇതായാലും മഞ്ഞ കളറാണ്. ഇത് ഞങ്ങൾ എങ്ങനെയാണ് കുടിക്കുക? അത് ഞങ്ങൾ വിശ്വസിച്ച് എങ്ങനെ കുടിക്കാൻ പറ്റും? ഇത് കുറേ കാലമായി ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിരിക്കണം. നല്ല വെള്ളം വിതരണം ചെയ്യാൻ വാട്ടർ അതോറിറ്റി തയ്യാറാണ്. ബൈക്കിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബസ് ഡ്രൈവർ മരണപ്പെട്ടു. അരിമ്പൂർ അറവിൽ കാറ്റിലും മഴയിലും പുലർച്ചെ റോഡിന് കുറുകെ വീണ തെങ്ങിൽ ബൈക്കിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബസ് ഡ്രൈവർ അരിമ്പൂർ കൈപ്പുള്ളി വലിയപുരക്കൽ വീട്ടിൽ നിജിൻ മരണപ്പെട്ടു. തിങ്കളാഴ്ച രാവിലെ 5:45 എറവ് കൈപ്പള്ളി റോഡിൽ എറവ് അകമ്പാടത്തിന് സമീപമായിരുന്നു സംഭവം. ശക്തമായ കാറ്റിലും മഴയിലും പുലർച്ചെ വീണ തെങ്ങാണ് അപകടമുണ്ടാക്കിയത്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന തെങ്ങ് കടപുഴകി ഗേറ്റ് തകർത്ത് റോഡിന് കുറുകെ വീഴുകയായിരുന്നു. റോഡിൽ നിന്ന് 4 അടിയോളം മുകളിലേക്ക് ഉയർന്ന് റോഡിൽ തടസ്സമായി കിടന്ന തെങ്ങിൽ ഇരുട്ടിൽ തെങ്ങ് ശ്രദ്ധിക്കാതെ ബൈക്ക് ഇടിച്ച് നിജിൻ തെറിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു. ഹെൽമറ്റ് റോഡിൽ വീണ് കിടക്കുന്നുണ്ട്. ബൈക്ക് ദൂരത്തേക്ക് തെറിച്ചുപോയി. ബോധരഹിതനായി റോഡിൽ വീണ് കിടന്ന ഇയാളെ രാവിലെ അതുവഴി വന്ന നാട്ടുകാരാണ് ആദ്യം കണ്ടത്. തുടർന്ന് അരിമ്പൂരിൽ നിന്ന് ആംബുലൻസിലെത്തിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ബസ് എടുക്കാൻ ബൈക്കിൽ പോകുമ്പോഴായിരുന്നു അപകടം. തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2023-24 അധ്യയന വർഷങ്ങളിൽ SSLC, +2, VHSC വിഭാഗങ്ങളിലെ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള VT ഹൈദ്രോസ് മെമ്മോറിയൽ എൻഡോമെന്റുകൾ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിതരണം ചെയ്തു.
തളിക്കുളം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2023-24 അധ്യയന വർഷത്തിൽ SSLC +2 VHSC വിഭാഗങ്ങളിലെ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള VT ഹൈദ്രോസ് മെമ്മോറിയൽ എൻഡോമെന്റ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് പ്രിൻസ് മദന അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആശ ടീച്ചർ സ്വാഗതം പറഞ്ഞു. എൻഡോമെന്റ് വിതരണവും ഉദ്ഘാടനവും പ്രശസ്ത സിനിമാ സംവിധായകൻ അമ്പിളി നിർവഹിച്ചു. യോഗത്തിൽ VHSC പ്രിൻസിപ്പൽ ഷിജി ടീച്ചർ ആശംസയും സ്റ്റാഫ് സെക്രട്ടറി KJ പ്രേംകുമാർ നന്ദിയും പറഞ്ഞു. എൻഡോമെന്റ് വിതരണത്തിന് വേണു ചേർക്കര നേതൃത്വം നൽകി. അപ്പോൾ ഇന്നസെൻ്റ് എന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു തന്നെ വിദ്യാഭ്യാസം കുറിച്ച് പറയാൻ പുള്ളി പറഞ്ഞു ഞാൻ 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. കാരണം 8ാം ക്ലാസ്സിൽ കരച്ചു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പല വേദികളിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചാനലിലൊക്കെ അദ്ദേഹം പറയുന്നത് ഓരോ ക്ലാസ്സിലും നന്നായി പഠിച്ചിട്ടൊക്കെ പോവുള്ളൂ. 2-3 വർഷം ഓരോ ക്ലാസ്സിലും പഠിച്ച് അവസാനം പുള്ളിയുടെ ഒപ്പം പഠിച്ചിരുന്ന കൂട്ടുകാരൊക്കെ സഹവിദ്യാർത്ഥികൾ അദ്ദേഹത്തിൻ്റെ അധ്യാപകരായിട്ട് വരും. അപ്പോൾ അത്രയും വർഷം അദ്ദേഹം അവിടെ പഠിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറയാറ്. പഠിപ്പിൽ വളരെ മോശമായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയ തലമുറയ്ക്കുള്ളൊരു മെച്ചം പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം വളരെ ഉയർന്നു. ഒരുപാട് കുട്ടികൾ SSLCക്ക് തന്നെ അന്ന് ഫസ്റ്റ് ക്ലാസ് ആണ് കിട്ടുക. SSLCക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി എന്ന് പറഞ്ഞാൽ വലിയതാണ്. ഇന്നിപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഇല്ല, അതുപോലെ ഫസ്റ്റ് റാങ്ക് ഇല്ല, ഒക്കെ എടുത്ത് മാറ്റിയിട്ട് കുട്ടികളിൽ ഒരു വ്യത്യസ്തമായ ഒരു വകഭേദം ഉണ്ടാക്കി എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് ഒരു മാറ്റം വരുത്തിയതാണ്. ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കുന്ന കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലാണെങ്കിൽ A+, അതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് പോയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇങ്ങനെ പ്ലസും മൈനസും കൊടുത്തിട്ടുള്ള ഒരു ഇത് പണ്ട് ഞങ്ങൾ പഠിക്കുന്ന കാലത്തൊന്നുമില്ല. നാട്ടിക SN ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. SSLC പരീക്ഷയിൽ 100% വിജയവും 28 A+ഉം +2 പരീക്ഷയിൽ 96% വിജയവും 27 A+ഉം കമ്പ്യൂട്ടർ സയൻസ് ബാച്ചിൽ 100% വിജയവും നേടിക്കൊണ്ട് നാട്ടിക പഞ്ചായത്തിൽ ഏറ്റവും മികച്ച വിജയം നേടാൻ SNS ഹയർ സെക്കൻഡറി സ്കൂളിന് കഴിഞ്ഞു. മികവിന്റെ ആഘോഷം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് PSP നസർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ SN ട്രസ്റ്റ് തൃശൂർ RDC കൺവീനറും ലോക്കൽ മാനേജറുമായ PK പ്രസന്നൻ പുരസ്കാര വിതരണം നിർവഹിച്ചു. അധ്യാപകർ കുട്ടികൾക്ക് ക്യാഷ് പ്രൈസ് നൽകി. പ്രിൻസിപ്പൽ ജയാബിനി സ്വാഗതം പറഞ്ഞു. ഹെഡ്മിസ്ട്രസ് മിനിജ R വിജയൻ, വാർഡ് മെമ്പർ ഗ്രീഷ്മ സുഗലേഷ്, മുൻ ഹെഡ്മിസ്ട്രസ് V സുനിത, സ്റ്റാഫ് സെക്രട്ടറി നവീൻ ഭാസ്കർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ബാർ ഹോട്ടൽ സൂപ്പർവൈസറെ മർദ്ദിച്ച കേസിൽ 2 പേരെ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. മണത്തല വഞ്ചിക്കടവ് സ്വദേശികളായ മടത്തിപ്പറമ്പിൽ റഹീം, ചന്ദനപ്പറമ്പിൽ മുഹമ്മദ് എന്നിവരെയാണ് SHO G അജയ്കുമാറിന്റെ നിർദ്ദേശപ്രകാരം SI K ഗിരിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. ബസ് സ്റ്റാൻഡിന് മുൻവശത്തുള്ള പോളക്കുളം റിനൈ ശ്രീകൃഷ്ണ ബാർ ഹോട്ടലിലെ സൂപ്പർവൈസർ പത്മരാജനെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രതികൾ മർദ്ദിച്ചത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുവന്നൂർ പാലം ആത്മഹത്യാ മുനമ്പാക്കാൻ അനുവദിക്കില്ല. കരുവന്നൂർ പാലത്തിൽ വയർ ഫെൻസിംഗ് 2 ആഴ്ചയ്ക്കകം സ്ഥാപിക്കുമെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു. കുടിവെള്ളം എന്ന പേരിൽ ജല അതോറിറ്റിയുടെ പൈപ്പുകളിൽ കൂടി ലഭിക്കുന്നത് ചരൽ വെള്ളം. ദുരിതത്തിലാഴ്ന്ന നാട്ടുകാർ. ബൈക്കിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ബസ് ഡ്രൈവർ മരണപ്പെട്ടു. VT ഹൈദ്രോസ് മെമ്മോറിയൽ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.